വളരെ മുമ്പ് തൊട്ട് ഏകദേശം ഒരു 2 മാസത്തോളമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം അമേരിക്കയും ഇസ്രായേലുമായിട്ട് ധാരണകളുണ്ട്. ഞാൻ പറയുന്ന നേതൃത്വം എന്ന് പറയുന്നത് പെസഷ്കൻ. ഫെബ്രുവരി 28 കമേനിനെ വധിച്ചു. അതിനു മുമ്പ് ഇബ്രാഹിം റൈസിനൊക്കെ വധിച്ചു. പക്ഷേ പെസഷ്കിന് ഒന്നും ചെയ്തില്ല. അതല്ലെങ്കിൽ അബ്ബാസ് അരഗൈച്ചി, ഇവരൊന്നും ചെയ്തില്ല. മിലിറ്ററിക്കുള്ളിൽ IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനുള്ളിൽ ഇപ്പോഴും കുറച്ചൊക്കെ പൊട്ടിത്തെറികളുണ്ട്. പക്ഷെ അവര് ചെറിയ സംഖ്യ മാത്രമാണ്, ചെറിയൊരു അളവിലുള്ള അംഗങ്ങൾ മാത്രമാണ്. ഈ IRGC കമാൻഡേഴ്സ്, ചെറിയ ജനറൽസ് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവര്. അവരെ ഇല്ലാതാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മിലിറ്ററി എല്ലാം ഇല്ല, മുഴുവനായിട്ടുള്ള മിലിറ്ററി അല്ല. അവരുടെ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ നാമം മാത്രമായിരുന്നു, അത് ഇല്ലാതായി. നേവിയിൽ 150 കപ്പൽ മുക്കി കഴിഞ്ഞു. പിന്നെ ചെറു ബോട്ടുകളുണ്ട്. ആ ചെറു ബോട്ടുകൾക്ക് വലിയ ശല്യം ഉണ്ടാക്കാം. അവരാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഹോർമുസ് കടലിടുക്ക് അടച്ചു. ഇന്നലെ ഇറാനും സമ്മതിച്ചു, അമേരിക്കയും സമ്മതിച്ചു. ഇവർ ധാരണയിലെത്തി. ട്രംപ് ഒരു പക്ഷേ ഇസ്ലാമാബാദിന് വരുമായിരിക്കും ഇതിന്റെ ഈ ഒരു ഒത്തുതീർപ്പ് ഇത് ഒപ്പിടാൻ വേണ്ടിയിട്ട് പെസഷ്കനുമായിട്ട് നേരിട്ട്. അത് നമുക്കൊന്നും കഴിഞ്ഞ 50 വർഷത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് നടക്കുകയാണെങ്കിൽ. ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്, ഇന്ന് ടർക്കിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ടർക്കിയിൽ ചർച്ച നടക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ഈജിപ്റ്റ് ഉണ്ട്, ടർക്കി ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ഇവിടുത്തെ വിദേശകാര്യമന്ത്രിമാര് തമ്മില്. അത് കഴിഞ്ഞിട്ട് ടർക്കിയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യമന്ത്രിമാർ മാറി ഇന്ന് ഈ ചർച്ച നടത്തുന്നുണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഇൻപുട്സ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ചർച്ച. യൂറോപ്യൻ യൂണിയന്റെ ചർച്ച എന്ന് പറഞ്ഞാല് യൂറോപ്യൻ യൂണിയൻ മൊത്തമായിട്ടല്ല, അവിടുത്തെ ഇമ്മാനുവൽ മാക്രോന്റെ നേതൃത്വത്തിൽ പാരീസില് ഫെഡറിക് മേഴ്സ് വന്നിട്ടുണ്ട്, UK കീർ സ്റ്റാമർ ഉണ്ട്, പിന്നെ ഇറ്റലിയുടെ ജോർജിയോ മെലാനി. ഈ ജോർജിയോ മെലാനി ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരിയായിട്ട് അധികാരത്തിൽ വന്ന ഒരു ഇതാണ്, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററാണ്. അവരുടെ നിലപാട് ഇപ്പൊ ട്രംപിനൊപ്പം അല്ലെങ്കിൽ മോഡി വലതുപക്ഷ ചിന്താഗതിയാണ്. പക്ഷെ ഇപ്പൊ യൂറോപ്പ് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് സ്പെയിൻ്റെ ഒക്കെ സ്വാധീനം, സ്പെയിൻ ഇതിലൊന്നും അടുപ്പിക്കാറില്ല. കാരണം സ്പെയിനൊക്കെ കൈവിട്ടു പോയ കേസാണ്. അപ്പൊ സ്പെയിൻ്റെ ഒക്കെ ഇറ്റലിയുടെ ജോർജിയ, ഇവര് 4 ആൾക്കാർ വന്നേക്കാണ്. കാരണം ഇവര് അപകടം മടുത്തു. നമ്മൾ ഇന്ന് കാണുന്ന, ഇന്നിപ്പോ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ തുറക്കില്ല, അമേരിക്കയുടെ ബ്ലോക്കേഡ് മാറ്റട്ടെ എന്നാണ്. അമേരിക്കൻ ബ്ലോക്കേഡ് അവിടുന്ന് മാറ്റാൻ പോകുന്നില്ല. അമേരിക്ക തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഹോർമുസിൽ ഇനി അധികാരം. കാരണം ഈ ഐഡിയ ട്രംപിന് കൊടുത്തത് ഇറാൻ തന്നെയാണ്. അവിടെ കാശ് പിരിക്കാന്നുള്ളത്, കാശുണ്ടെങ്കിൽ ട്രംപ് ഉണ്ട്. അപ്പൊ അവിടെ കാശ് പിരിക്കാനായിട്ടുള്ള വട്ടക്കൂട്ടലായിട്ട് ആ പ്രദേശം ട്രംപിന്റെ അണ്ടറിലാക്കും. ഇറാൻ അതിന് കൂട്ടും, അതിനൊരു വീതവും കിട്ടും. തന്നെയല്ല, ട്രംപ് പറഞ്ഞിരിക്കുന്നത് 5 പൈസ ഈ ധാരണയ്ക്ക് കൊടുത്തിട്ടില്ല. കാരണം അവര് ഇത് ഈ യുറേനിയം ഇനി ഉണ്ടാക്കില്ല, ഇനി അണുവായുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചു കഴിഞ്ഞു. അവിടെ ഇനി വളരെ ചെറിയ ഒരു വിഭാഗം, ഈ IRGCയുടെ വിഭാഗം മാത്രമാണ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമുള്ളൂ. അതിനു വേണ്ടി ട്രംപ് കൊടുക്കുന്നത് $100 ബില്യൺ കൊടുക്കുന്നത്. 100 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം പൈസ എന്നറിയോ? ഇപ്പൊ ട്രംപ് അത് സമ്മതിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, മുമ്പ് ഇറാന്റെ അസറ്റ്സ് ഫ്രീസ് ചെയ്തിരുന്നു. അറബ് രാജ്യങ്ങളില്, യൂറോപ്പില്, അമേരിക്കയിലൊക്കെ അസറ്റ്സ് ഉണ്ടായിരുന്നത് ഫ്രീസ് ചെയ്തിരുന്നു. അത് ഈ ഒബാമയുടെ മുമ്പ് കാലഘട്ടത്ത് ഒബാമ വന്നപ്പോ ക്യാഷ് ആയിട്ട് അത് ഇറാന് കൊടുത്തു, അവരുടെ ഒരു ധാരണ പ്രകാരം. ആ ധാരണ ഏകദേശം അന്ന് ഒബാമ ഉണ്ടാക്കിയ ധാരണ 5-10 വർഷത്തേക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഒബാമയുടെ കാലഘട്ടത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി മാത്രമായിരുന്നു. പക്ഷെ ട്രംപ് 2016 വന്നപ്പോൾ അത് പൊളിച്ചു. പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സുലൈമാനി ജനറലിനെയൊക്കെ കൊന്നു. ഇപ്പൊ ട്രംപ് വീണ്ടും പൈസ കൊടുക്കുമ്പോ ഒബാമ ഇപ്പൊ റിപ്പബ്ലിക്കൻസ് എന്ന് പറയും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതിന് ട്രംപിന്റെ ബേസ്, അതായത് വെള്ളക്കാരൻ ക്രിസ്ത്യാനി ബേസ്. അവര് ചോദിക്കും, അന്ന് ഒബാമ പൈസ കൊടുത്തപ്പോ താങ്കൾ വലിയ പറഞ്ഞില്ലേ പൈസ കൊടുത്ത് ഒതുക്കിയേക്കാണ്. ട്രംപ് 100 ബില്യൺ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ട്രംപ് വച്ചത് അത് വേറെ ഏതെങ്കിലും രീതി കൂടെ ആയിരിക്കും കൊടുക്കുന്നത്. അത് അസറ്റ്സ് ഫ്രീസ് ചെയ്തിരിക്കുന്ന അസറ്റ്സ്, ഇറാനെയൊക്കെ എണ്ണ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അസറ്റ്സ്, അറബ് രാജ്യങ്ങളിലുള്ള അസറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് റിലീസ് ചെയ്യുന്നതാണ് ഈ പണം $100 ബില്യൺ.
അത് രഹസ്യമായിട്ട് എങ്ങനെയെങ്കിലും ഇത് അതിനു വേണ്ടിയാണ് അസീം മുനീർ വാഷിംഗ്ടൺ DC വന്ന ട്രംപിന്റെ കൂട്ടുകാരൻ. അപ്പൊ അവിടെയാണ് ധാരണ, പണം കൊടുത്തിട്ടാണ് ന്യൂക്ലിയർ ബോംബ്, ഈ ന്യൂക്ലിയർ ഇത് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ സുഹൃത്ത് രാജ്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഇറാൻ മാറി, അമേരിക്ക ഇറാനായിട്ട് ബന്ധം. ഇപ്പൊ ട്രംപിനെ വേദനിപ്പിച്ചത് യൂറോപ്പാണ്, പ്രത്യേകിച്ച് ഇമ്മാനുവൽ മാക്രോണും കീർ സ്റ്റാമറും. അവരെ എങ്ങനെയെങ്കിലും കൂട്ടലാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിന് അറബ് രാജാക്കന്മാരെയും ഇറാനെയൊക്കെ കൂട്ടുപിടിച്ച് അവിടെ ചിലപ്പോൾ ഹോർമസ് കടലൊടുക്കുക അങ്ങോട്ട് ഒരു വലിയൊരു ഇതാക്കും. ഇപ്പൊ നമ്മൾ കേൾക്കേണ്ടത് ഈ അവിടേക്ക് ജോർജ് H.W. ബുഷ് എന്ന് പറഞ്ഞ ഒരു വലിയ വിമാനവാഹിനി കപ്പൽ പോകുന്നുണ്ട്. അത് സാധാരണഗതിയിൽ ഈജിപ്തിന്റെ സൂയിസ് കനാൽ കടന്ന് മെഡിറ്ററേനിയൻ തീരത്ത് അറേബ്യൻ പെനിൻസുലയുടെ സൈഡിൽ കൂടെ ആകെ റെഡ് സീയുടെ കൂടെ ആയിരുന്നു ഇങ്ങോട്ട് കടന്ന് വാർ തിയേറ്ററിലേക്ക് എത്തേണ്ടത്. അതിന് പകരം ഈ കപ്പൽ മുഴുവൻ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം ചുറ്റിയിട്ടാണ് ഈ കപ്പല് എത്താൻ പോകുന്നത്. മറ്റൊരിത്, വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഒരു കപ്പൽ 10 മാസം ഡിപ്ലോയ് ആയേക്കാം. ഒരു ഡിപ്ലോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഈ പറഞ്ഞ പട്ടാളക്കാർക്ക് വളരെ അതിൽ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ യുദ്ധം പൂർണ്ണമായിട്ടും തീർന്നു എന്ന് ട്രംപ് ഒപ്പിട്ട് ധാരണയിലെത്തി ഇറാനും കൂടി സമ്മതിച്ചതിന് ശേഷം മാത്രമാണ് യുദ്ധം തീർന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ധാരണകൾ എത്തിയിട്ടുണ്ട്. ഈ തീർന്നു എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല, തീർന്നു എന്ന് ഒപ്പിട്ടിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഈ ജോർജ് H.W. ഞാൻ ഇന്നലെ ഒരു വാർത്താ ചാനൽ, അമേരിക്കയിലെ വലിയൊരു വാർത്താ ചാനൽ കാണായിരുന്നു. അപ്പൊ അവര് ട്രംപിനെതിരെ എങ്ങനെയെങ്കിലും ഒരു ഇത് കാണിക്കണം. ട്രംപിനെതിരെ കണ്ടില്ലേ, പട്ടാളക്കാരുടെ സ്ഥിതി കണ്ടില്ലേ, നമ്മുടെ പട്ടാളക്കാരുടെ സ്ഥിതി കണ്ടില്ലേ എന്ന് കാണിക്കാൻ വേണ്ടി. കാരണം അവിടെ കുറച്ച് ബാത്റൂമിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജോർജ് H.W. ബുഷിന്റെ ഈ കപ്പലിനുള്ളിൽ. അല്ല, ഈ ജോർജ് H.W. ബുഷിലല്ല, സോറി, ഫോർഡില്, ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ്. അപ്പൊ അത് ഒക്കെ റെക്ടിഫൈ ചെയ്തു. അപ്പൊ ഈ സംഭവം ഉണ്ടായത് ഇന്നലെ ഈ വാർത്താ ചാനലിൽ കാണിച്ചത് ട്രിപ്പോളി, USS ട്രിപ്പോളിയില് ഒരു മെറീൻസ് ആണ്. അപ്പൊ ഒരു പെൺകുട്ടി, അവര് മെറീനാണ്, ആ ഇതിലുള്ള മെറീനാണ്. ആ മെറീന് കാപ്പി കിട്ടിയില്ല, കാരണം അവിടുത്തെ കാപ്പി മെഷീൻ വർക്ക് ചെയ്യുന്നില്ല USS ട്രിപ്പോളിയിൽ. പട്ടാളത്തിൽ ചേർന്നത് കാപ്പി കുടിക്കാനാണല്ലോ. അപ്പൊ ആ പെൺകുട്ടി എങ്ങാണ്ട് അതിന്റെ പിതാവിനോട് പറഞ്ഞു കാപ്പി കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിതാവ് എന്ത് ചെയ്തു, എന്റെ മകള് കാപ്പി കുടിക്കാത്ത കാരണം ഞാനും കാപ്പി കുടിക്കണം. ഇന്നത്തെ കാലത്ത് ഈ സെന്റ് അടിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചാനലുകാരെയും വിളിച്ചു, ഞാൻ കാപ്പി കുടിക്കുന്നില്ല. എന്താ ചേട്ടാ, ഞാൻ എൻ്റെ മോള് USS ട്രിപ്പോളിയിൽ മെറീനാണ്, അവൾക്ക് ഇന്ന് കാപ്പി ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനും കാപ്പി കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വാർത്തയാണ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മലയാളിക്കൊക്കെ ഇത് മനസ്സിലാവും. നീ പോയി കാപ്പി കുടിച്ചില്ലെങ്കിൽ നീ കാപ്പി കുടിച്ചില്ലെങ്കിൽ നീ വെള്ളം കുടിക്കേ, ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കേ എന്ന് പറയാം. പക്ഷെ സായിപ്പിന്റെ ആ ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സായിപ്പ് ഇരുന്ന് കരയും, അയ്യോ പട്ടാളക്കാർക്ക് കാപ്പി കിട്ടിയില്ലേ. ഇതൊക്കെയാണ് ഈ പറയുന്ന പത്രക്കാരനും പത്ര ചാനലിനും ഒക്കെ അറിയാം ഒരു കാപ്പി കിട്ടാത്തതാണ് വിഷയം. അത് ചിന്തിക്കില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ സായിപ്പ് ചിന്തിക്കില്ലേ, ഒരു കാപ്പിയുടെ കേസല്ലേ, ഒരു കാപ്പിയല്ലേ, പട്ടാളത്തിൽ ചേർന്നിക്കല്ലേ, ഒരു കാപ്പിക്ക് പകരം വേറെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ട്, അവിടെ ഒരു കാപ്പി കിട്ടിയില്ല, അതുകൊണ്ട് അപ്പം കുടിക്കുന്നില്ല. വലിയ വാർത്ത, സെന്റി, കരച്ചില്, എല്ലാവരും ഇരുന്ന് കരച്ചില്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ട്രംപിനെതിരെ ട്രംപിനെ എങ്ങനെ കൊച്ചാക്കി കാണിക്കാം എന്നുള്ളതാണ് ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കാപ്പിയുടെ വിഷയമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അവര് വീശണേ. അപ്പൊ നമ്മൾ മനസ്സിലായി യൂറോപ്യൻ യൂണിയന് പണി കിട്ടിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ അത് അവർ മണത്തറിഞ്ഞ് പെട്ടെന്ന് ജോർജിയോ മെലോണി വന്നിട്ടുണ്ട്, ഇമ്മാനുവൽ മാക്രോണിനെ കാണാൻ പാരീസിൽ ഇവരൊക്കെ ഒത്തുകൂടിയേക്കാം. സ്ട്രേറ്റ് ഓഫ് ഹോർമസിന് ഇവരുടെ ചർച്ചയുടെ അജണ്ട എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസില് ഫ്രീഡം ഓഫ് നാവിഗേഷൻ. അവർക്ക് മനസ്സിലായി ഇറാനും അമേരിക്കൻ ട്രംപും കൂടി അവിടെ പിരിക്കാൻ തുടങ്ങുന്നത്, ഗുണ്ടാ പിരിവ് നടത്തുന്നുള്ളത്. അതിനുവേണ്ടി 15 വിമാനം കരുതി കൂട്ടിനെ ട്രംപ് അത് അവസരം കണ്ടു. ഇറാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാം, അസീം മുനീർ പറഞ്ഞു കൊടുത്തു, നമുക്കത് കാശിനുള്ള വഴിയാണ്, പിരിക്കാനുള്ള വഴിയാന്ന് പറഞ്ഞപ്പോ ഓക്കെ അവിടെ ഇട്ട് പിരിക്കാം. യുദ്ധക്കപ്പൽ അങ്ങോട്ട് നിരത്തിയിട്ടിട്ട് $2 മില്യൺ ചോദിക്കണേ. 20 കോടി രൂപയിലെ കടന്നു പോകാനായിട്ട് കപ്പലിന്. 150 കപ്പല കടന്നു പോയാൽ എത്രയായി? കാശായി. അത് ട്രംപ് കണ്ടു. ട്രംപിനോട് ഇറാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പിരിക്കാം. അപ്പൊ ആർക്കാ പണി? യൂറോപ്പിന്, ഏഷ്യക്ക്. അവിടെ അവര് സമ്മതിക്കാണ്ട് പോവാണ്. ഒരു മൈന പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കപ്പല മുങ്ങി ഒക്കെ പകയ്ക്കും. പൈസ ചെറപറാന്ന് വരും, പെട്ടിയില് പൈസ വീഴും.
അപ്പൊ അതാണ് ഇപ്പോഴത്തെ പരിപാടി. അത് കൊള്ളണ്ടടുത്ത് കൊണ്ടു. യൂറോപ്പില് ഇമ്മാനുവൽ മാക്രോണും ഇത്ര നാളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ 30, 40, 50 രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇമ്മാനുവൽ മാക്രോണും നമ്മുടെ കീർ സ്റ്റാമറൊക്കെ ഇറങ്ങിയേക്കണേ. അപ്പൊ ട്രംപ് പറയും, ട്രംപിന്റെ കൂട്ടുകാരോട് കൊണ്ടുകൊള്ളാൻ പറയും. എനിക്ക് തോന്നുന്നു മോഡിയൊക്കെ ട്രംപിന്റെ ആ ഒരു ഇത് വിട്ടു, ഇന്ത്യയുടെ കപ്പലുകളൊക്കെ ചിലപ്പോൾ കടത്തിവിടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചൈനയായിട്ടും ധാരണ ഉണ്ടാവും. കിട്ടാൻ പോണ പണി മുഴുവൻ യൂറോപ്പിനായിരിക്കും. അവിടെ പിരിവ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ കടന്നു പോകേണ്ട കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താൽ ഞങ്ങളത് ഫ്രീഡം ഈ കടലെടുക്ക് തുറന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്പിന് പണി കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ ഉരുതിരിഞ്ഞു വരുന്നത്.